താത്തോട് വന്നാൽ എനിക്ക് ഓർമ്മയില്ലേ? ഞാൻ അറിയില്ലേ ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ വേണ്ടി നിന്നത് തന്നെയാണ്. ഹാമിദ് ആറ്റക്കോയ തങ്ങൾ വിവാദത്തിൻ്റെ നടുവിലാണ്. രണ്ട് സ്ത്രീകൾ ഗുരുതര ആരോപണങ്ങളുമായാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ആറ്റക്കോയ തങ്ങളല്ല ഒരു ഫ്രോഡാണെന്നും തങ്ങൾക്ക് 40 വയസ്സ് കഴിയാത്ത സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുവാൻ പറഞ്ഞെന്നും ആത്മീയ ചികിത്സ, യൂനാനി ചികിത്സ എന്ന് പറഞ്ഞ് വലിയ തട്ടിപ്പാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇവർ പറയുന്നു. ഇതിൽ ആമിന എന്ന് പറയുന്ന ഒരു താത്തയെക്കുറിച്ച് ആദ്യം പറയാം. ഇവർ ഒരു മാസത്തിന് മുമ്പാണ് ഒരു ചാനൽ തുടങ്ങിയത്. അത്യാവശ്യം റീച്ചൊന്നുമില്ല നിൽക്കുമ്പോഴാണ് തങ്ങളെ ഇത്തരത്തിൽ ഊക്കുകയാണെങ്കിൽ തൻ്റെ ചാനലിന് റേറ്റിംഗ് കിട്ടുമല്ലോ എന്നുള്ള ചിന്ത ഇവർക്ക് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവരുടെ ചാനൽ പോയി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. ഇത്തരത്തിൽ കൂടോത്രത്തെക്കുറിച്ചും ബീവിമാരെക്കുറിച്ചുമെല്ലാമുള്ള കാര്യങ്ങളിലാണ് ഇവരുടെ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് താത്ത ഈ വയസ്സാം കാലത്ത് ആവശ്യമില്ലാതെ സമൂഹത്തിൽ സൽപ്രവർത്തനം ചെയ്ത് മുന്നേറുന്ന ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? അതുമൂലം പല പാവപ്പെട്ടവർക്ക് വല്ല വീടോ ഏതെങ്കിലും കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന പെണ്ണിന് വിവാഹമോ ലഭിക്കേണ്ടത് തടയുന്നത്? ഇവരെ ആരെയും തങ്ങൾ ക്ഷണിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ സ്വയം തന്നെ വന്നു ഇത് ചികഞ്ഞന്വേഷിക്കുകയും അത് തട്ടിപ്പാണെന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും ഒട്ടനേകം ജനങ്ങളാണ് തങ്ങൾ അങ്ങനെ ചെയ്യില്ല, കാശ് ചോദിച്ച് വാങ്ങില്ല എന്നും തങ്ങളുപ്പാപ്പാനെ ഇങ്ങനെ കുറ്റം പറയരുതെന്നും പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ വരുന്നത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഒരാളുടെ ഇത്തരത്തിലുള്ള വാദങ്ങളോ അതല്ലെങ്കിൽ ഒട്ടേറെ പേരുടെ എല്ലാ രീതിയിലുള്ള തങ്ങളുടെ വിലയിരുത്തലോ നമ്മൾ സ്വീകരിക്കേണ്ടത്? മറുനാടൻ മലയാളിയിൽ വന്ന് തള്ളിമറിച്ചു പോയ താത്ത വ്യക്തമായി തന്നെ പറയുന്നു, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പോയതാണെന്ന്. പിന്നീട് അവർ പറയുന്നതോ യൂനാനി ചികിത്സയുണ്ടെന്ന് ഇവരോട് ആരോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അങ്ങോട്ട് പോയതെന്ന്. പക്ഷേ അവിടെ യൂനാനി ചികിത്സ ഇല്ല എന്ന് പിന്നീടാണ് മനസ്സിലായതെന്നും തങ്ങൾ തന്നെ പറഞ്ഞതാണ് ആ നോട്ടീസുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത്. നിങ്ങൾക്കെവിടെ നിന്നാണ് ഈ നോട്ടീസ് കിട്ടിയത് എന്നുള്ളതും നിങ്ങൾക്ക് ഏത് നമ്പറിൽ നിന്നാണ് നിങ്ങളുമായി ചാറ്റ് ചെയ്തതും എന്നൊക്കെ തെളിയിച്ചില്ലെങ്കിൽ നിങ്ങൾ കേസിൽ കുടുങ്ങുമെന്നാണ് തങ്ങൾ പറയുന്നത്. വെറുതെ ആരെയും കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കേണ്ട വയസ്സാം കാലത്ത് ഒറ്റ കാര്യമേ ഓർക്കേണ്ടതുള്ളൂ, ഇവരൊന്നും സമൂഹത്തിൽ യാതൊരു നന്മയും ചെയ്തിട്ടില്ല. സാമൂഹ്യ നന്മ ഉദ്ദേശിച്ച് സൽപ്രവർത്തനങ്ങളിൽ മുന്നേറിപ്പോകുന്ന തങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നതിൻ്റെ പിന്നിലെ ഗൂഢാലോചനയാണ് ഈ രണ്ട് സ്ത്രീകൾ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. അതിനു കാരണം ഒട്ടേറെ ജനങ്ങളുടെ ഇടയിൽ ഇരുന്നാണ് തങ്ങൾ ഈ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നിങ്ങളോട് തങ്ങൾ കാശ് ചോദിച്ചെന്നും സ്വർണം വെക്കാൻ പറഞ്ഞെന്നൊക്കെ പറയുന്നത് വിശ്വാസയോഗ്യമല്ലാത്ത കാര്യമാണെന്നുള്ളത് നിങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരാളുടെ കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചുഴഞ്ഞന്വേഷിക്കുന്ന നിങ്ങളെ തങ്ങൾ അത്തരത്തിലേക്ക് ആക്കിവിട്ടതാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തന്നെ തങ്ങൾക്ക് മനസ്സിലായി എന്നും ഇവർ പറയുന്നു. വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിനുള്ള തെളിവുകൾ എടുത്തു വെക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും എത്രയും പെട്ടെന്ന് ആ തെളിവുകൾ നിങ്ങൾ പുറത്തുവിടുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ തങ്ങളുടെ കേസിൽ നിങ്ങൾ കുടുങ്ങിപ്പോകുമെന്നുള്ള കാര്യം എപ്പോഴും ഓർത്തു വെക്കുക.